ഹലോ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എടപ്പിള്ളിയിലുള്ള ഒരു ബേഡ്സ് പാർക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് 3 പേരുണ്ട്. ഞാനുണ്ട്, അബി ഉണ്ട്, ശുക്കൂറുണ്ട്. ശുക്കൂർ അവിടെ ടൗണിലാണ്. അവനെ പിക്ക് ചെയ്യണം. അപ്പം തത്തകളെയും പക്ഷികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല വീഡിയോ ആയിരിക്കും. ഇഷ്ടംപോലെ പക്ഷികളും പിന്നെ അതുപോലെ തന്നെ പാമ്പുകളൊക്കെ ഉണ്ടെന്നാ കേട്ടെ. അപ്പൊ പോയി നോക്കിയിട്ട് അവിടുത്തെ വീഡിയോസും അവിടുത്തെ കാര്യങ്ങളും വഴിയെ കാണിച്ചു തരാം. അപ്പൊ നമ്മള് അങ്കമാലി ടൗൺ എത്തി. നമ്മുടെ 3ാമത്തെ ആളെ പിക്ക് ചെയ്തു, ശുക്കൂർ. അപ്പൊ നമ്മൾ നേരെ പോണത് എടപ്പള്ളി ബേഡ്സ് പാർക്കിലോട്ടാണ്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ശരിയാണ്. അപ്പൊ നമ്മള് ഫൈനലി ബേഡ്സ് പാർക്കിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് അതിന്റെ ഫ്രണ്ട്. അപ്പം അവിടെ ബേഡ്സിന്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഓണാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. കാരണം റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടത് അടിപൊളിയായിട്ടാണ്. അങ്ങോട്ട് പോട്ടെ, പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഫൈനലി ബേഡ്സ് പാർക്കിന്റെ അകത്തോട്ട് വന്നു. അപ്പൊ ആദ്യം തന്നെ എൻട്രി ഫീസ് അടച്ചു 200 രൂപയാണ് പെർ പേഴ്സൺ. കിളിയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ കേൾക്കേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിന് കൊടുക്കാനുള്ള ഭക്ഷണം ഇവിടുത്തെ ഈ ചേച്ചി എടുത്തു തന്നിട്ടുണ്ട്. അപ്പം അതും കൊടുത്തു വേണം ഈ പക്ഷികളെ നമ്മൾ ആദ്യം ഇംപ്രസ് ചെയ്യിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിന്റെ അകത്തെത്തി. അപ്പൊ ആദ്യം തന്നെ തീറ്റ കൊടുക്കുന്ന ഇതാണ്ടോ. അപ്പം ഇതുണ്ടോ, പക്ഷികളെ വന്ന് എല്ലാം 1 by 1 ആയിട്ട് കൊത്തിക്കൊണ്ടിരിക്കും. നല്ല വൈബ്, നല്ല രസം കേട്ടോ. തീറ്റയൊക്കെ തീർന്നു. അതുങ്ങളപ്പം തന്നെ പോയി. പക്ഷെ നമുക്ക് ചിവി തീറ്റ വേണം. നമുക്ക് ചിവി അതിനകത്ത് തീറ്റ എടുക്കാം. ആ ചേച്ചി ലോക്ക് ചെയ്തു. അപ്പം ഇവിടെ ഒരുപാട് തത്തകളുണ്ട്. എനിക്കിത് ഇപ്പൊ കൈമ ഒരു കൊത്തും കിട്ടി. നമുക്കൊരു ചെറിയ പാത്രം തരും. അതിനകത്ത് കുറച്ച് ഫുഡൊക്കെ ആയിട്ട് ഇതിന് കൊടുക്കാനുള്ളത് തരും. അപ്പൊ ഇതിന്റെ അകത്ത് വന്നിട്ട് നമ്മൾ അതിന് ഫുഡ് കൊടുക്കണം. ഫുഡ് തീർന്ന അപ്പൊ തന്നെ പറഞ്ഞു നമ്മുടെ അടുത്ത് ഇരിക്കില്ല. കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിന്റെ. അതാണ് നിങ്ങൾക്ക് കാണിച്ചത്. പക്ഷെ ഞാൻ ഒരെണ്ണത്തിന് പിടിക്കാൻ ശ്രമിച്ചതും എന്റെ കൈമ നല്ല രീതിയിൽ കൊത്തും കിട്ടി. ഈ ഇരിക്കുന്ന തത്തക്ക് എന്താ ഇത്? തത്തയാണോ? പൂച്ച. ഇത് കളറടിച്ച തത്തയല്ല, ഒരു പ്രത്യേക തരം തത്തയാണ്. അപ്പൊ അടിപൊളിയാട്ടോ. ഇവിടെ വന്നാ ഫുൾ തത്തയുടെ സൗണ്ടും നല്ല വൈബിലൊക്കെ നിങ്ങളൊക്കെ ഇരിക്കണോക്കെ. ഇത് രസമല്ലേ. നമ്മള് അടുത്ത സ്ഥലത്തേക്ക് വന്നു. ഓക്കെ, അടുത്ത പാത്രത്തിൽ നമുക്ക് തീറ്റ കൊടുക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നടക്കാം ഗൈസ്, ഇത് കണ്ടോ. അപ്പൊ അങ്ങനെ എല്ലാ തത്തകളും വന്ന് നമ്മുടെ പാത്രത്തിൽ നിന്ന് കൊത്തി തിന്നോണ്ടിരിക്കണ്ടോ. എന്റെ കൈമൊക്കെ കടിച്ച് ആകെ ഇതില്ലാണ്ടാക്കിട്ടോ. ഫുള്ള് കടിച്ചേക്കുക. എല്ലാവർക്കും ഓരോരോ കൊത്തു വെച്ച് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ടോ. നിങ്ങൾ കൈമ വന്നിരിക്കാനും നിങ്ങൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടോ. നല്ല വൈബ്. ഹായ് ഗൈസ്, എന്റെ ചെവിട്ടിലൊക്കെ വന്ന് കമ്മൽമേട്ട് കൊത്തി. അതിന്റെ തീറ്റയാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. സ്വർണ്ണ കമ്മലാണ്. ചോര വരണ്ടെന്ന് തോന്നുന്നു. കാലുമൊക്കെ നമ്പർ കണ്ടോ. ഓരോ പക്ഷീനെ കാലിന് ചെറിയൊരു വള പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുങ്ങൾക്ക് എന്തോ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ID കാർഡൊക്കെ ഉള്ള തത്തകളാട്ടോ മൊത്തം. ID കാർഡ് ലൈസൻസ്. അതെ. ഇവിടെ ഒരു കൊത്തു ഇട്ടിട്ടുണ്ടല്ലോ. ജീവൻ പോയി. അബിയുടെ മേത്തുനിന്ന് പോയിട്ടേ ഇല്ല. എപ്പോഴും വന്നപ്പോ തൊട്ട് കയറിയിരിക്കണതാ. ഇതുവരെ പോയിട്ടില്ല. അടിപൊളിയായിട്ട് നല്ല നല്ല രസമായിട്ട്. ഈ തത്താള് നമ്മുടെ മേത്ത് വന്നിരിക്കുമ്പോ നമ്മളതിന് തീറ്റ കൊടുക്കുമ്പോ ഒരു പ്രത്യേക ഫീലാണ്ടോ. എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മെയിൻ സ്പോട്ടാണത്. ഫുൾ തത്ത. നമ്മള് പിള്ളേരും കിഡ്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പം പറ്റിയ മെയിൻ സ്പോട്ടാ. പുറത്ത് വരാൻ വേണ്ടിട്ട് പുറത്ത് കുറച്ച് തീറ്റയൊക്കെ ഇട്ടു. പക്ഷെ എന്നാലും വന്നില്ല. അതിന്റെ ഇടയില് ഈ 2 കപ്പിൾസിന്റെ പരിപാടിയാണ്ടോ ഇവിടെ. ഇവർ 2 കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. ബമ്പ ലവ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? എന്താ 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 നാണായിട്ട് ഇവന് നാണായി. ഇത് പെണ്ണാന്ന് തോന്നുന്നു. ഇതാണ് നീ ആണല്ലേ. നിങ്ങൾ തമ്മിൽ ലവ് ആണോ? പറയൂ. കിളിക്ക് വരെ പെണ്ണായി ഗൈസ്. നമുക്കില്ല പെണ്ണ്. പറയടാ, സത്യാവസ്ഥ പറ. ഇത് കണ്ടില്ലേ? സെറ്റായിട്ട് 2 പേര് ഇവിടെ ഇരിക്കണു. സെറ്റായിട്ട് 2 പേര് ഇവിടെ ഇരിക്കണു. നമ്മള് സിംഗിൾസ് അങ്ങനെ നിക്കുക. അവര് ഷട്ടിന്റെ ഉള്ളിലേക്കുമാണ്. അതിനടുത്ത പലതരത്തിലുള്ള തത്തകളുണ്ട് കേട്ടോ. ഇതൊരു വേറെ തരത്തിലൊരു തത്തയാണ്. വെറൈറ്റി സാധനം.
നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാനായിട്ട്. ഒരു മൂങ്ങ മോഡൽ സാധനം ഉണ്ടോ, മൂങ്ങ മോഡല് തത്തയാണോ കോഴിയാണോ ഗൈസ്? അങ്ങനെ നമ്മൾ തത്താൽക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് അടുത്ത സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ടാ. ഇവിടെ ഇച്ചിരി വലിയ വലിയ ഐറ്റംസാ. പിന്നെ പാമ്പുണ്ട്, എലിയുണ്ട്, പിന്നെ വലിയ തത്തയുണ്ട്. എടാ മറ്റേ ഈ ഇതിനെ എന്തുകൂടാ പറയണേ? മക്കാവോ അതുകൊണ്ട് അതിനെ പിടിച്ച് നമുക്ക് പുറത്തിരുത്തി ഫോട്ടോ ഒക്കെ എടുക്കാം. ഗൈസ് അപ്പൊ 2 മക്കാവോസ് ഒരുമിച്ചിരിക്കുന്നുണ്ടോ? ഒരെണ്ണം നീലയും മഞ്ഞയും കൂടിയത്, ഒരെണ്ണം ചുമപ്പും പല കളറിലുള്ളത്. നല്ല വയസ്സായതാന്ന് തോന്നുന്നു. നല്ല വലിയ സാധനം കേട്ടോ, നല്ല അടിപൊളിയാ. വയസ്സായതൊക്കെ എത്ര വയസ്സായുണ്ടാവോ? ഒരു 55 വയസ്സായി ഉണ്ടാവൂല്ലേ? 55? അതെ, എന്റെ ചെവിട് കുത്തി ഒരെണ്ണം പൊളിച്ചു ഗൈസ്. ഇവന്റെ കമ്മല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സാധനം കമ്മല് പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ചെവി പോട്ടാ. അതെ, ചെവിയപ്പാട് അതിന്റെ വായിലിരിക്കും. അങ്ങനെ വീണ്ടും കപ്പിൾസിനെ തമ്മില് കണ്ടുമുട്ടി ഗൈസ്. ഇവര് തമ്മില് ലവ് ആണ്ടോ, നല്ല അടിപൊളി ലവ്. ഇവനെന്റെ മൈക്കും ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മള് മക്കാവോനെ എല്ലാം തലയ്ക്ക് നിർത്തി കൊഞ്ചിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. എന്നാ വെച്ചാൽ അടുത്തുള്ള ഇനി എന്താ ഉള്ള ഇഗ്വാന? അതിന് സെപ്പറേറ്റ് പൈസ ഒന്നും ഇല്ലല്ലോ എടുക്കണേന്? ഏതിന് എടുക്കണേനാ ആണോ? അതൊക്കെ ഇനി നമുക്ക് പാമ്പിനെ കാണാൻ പോയാലോ? പാമ്പിനെ അപ്പൊ അടുത്ത വെറൈറ്റി ഐറ്റം അച്ചു മങ്കി, പറക്കണ മങ്കി. ഇവരവതരിപ്പിക്കുന്നു പേരെന്താ? മർമോസ്. ഇവരവതരിപ്പിക്കുന്നു മർമോസ്. മർമോസിറ്റ് എന്ത് സാധനമാണോ? കൊള്ളാട്ടോ, നല്ല രസമുണ്ട് ഇതിനെ കാണാൻ തന്നെ. 200 കൊടുക്കണ്ടേ? നോക്കട്ടെ നല്ലത് ഏതാന്ന് നോക്കിട്ട്. അപ്പൊ കയ്യിലെടുക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് പൈസ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളിയാണ്. എന്തൊക്കെയുണ്ട് ചേച്ചി? അച്ചു, ഇഗ്വാന അവിടെ ആണോ? അപ്പൊ അച്ചുവിനെ എനിക്ക് താഴെ എന്റെ പുറത്ത് വെച്ചോ. അച്ചുവിനെ ഞാൻ എടുത്തു ഗൈസ്. ഇവനാണ് അച്ചു, അച്ചു കൃഷ്ണന്റെ ചേട്ടൻ കിച്ചു. പറക്കണ മങ്കി. അച്ചു എന്തിനാണ് പേര് മറന്നുപോയി? മർമോസിറ്റ് മങ്കി, അങ്ങനെയാണ് ഇതിന്റെ പേര്. അച്ചു നല്ല രസമുണ്ട്. ഇത് പുറത്തേറിയിരിക്കുന്നതാണ്. കടിക്കുകയോ ചെയ്ത്? കടിക്കൂല. അപ്പൊ അച്ചുവിനെ ഞാൻ കയ്യിലെടുത്തു കേട്ടോ. അച്ചുന്നാണ് എന്നെ വിളിക്കണേ. വലിയ ശല്യക്കാരനൊന്നല്ല, പാവമാണ്. അവിടെ പുറത്തൊക്കെ കയറി ഇരുന്നോളും. ഒരു ചെറിയ പാവക്കുട്ടിയുടെ പോലെയാണ് ഇരിക്കണേ. നല്ല രസമാണ് ഇതിന് കാണാനൊക്കെ ആയിട്ട്. അപ്പൊ ഇനി പാമ്പിനെ എടുക്കണം, പിന്നെ വേറൊരു സാധനം കൂടി എടുക്കണം, പേര് മറന്നുപോയി. അപ്പൊ ഇതിനെ ഞങ്ങൾ കൂട്ടി കേട്ടാൻ പോണ്. കയ്യിൽ വെച്ചാൽ ആദ്യം. അപ്പൊ മലമ്പാമ്പുണ്ട്. ചേച്ചി പാമ്പിന്റെ പേര് പോൾപ്പൈ. മലമ്പാമ്പാ? പോൾപ്പൈ. ഇത് തന്നെയാണോ? പോൾപ്പൈ തന്നെയാണോ? എങ്ങനെ പിടിക്കണം? ഇങ്ങനെയാ? ഇതിനെ ശുക്കൂറാണ് തലേ കയറ്റാൻ പോണേ. എടാ മറ്റേ ശിവൻ കേട്ടിനോട്ടോ. കൊള്ളാട്ടോ, വൈബ് സാധനം. അങ്ങനെ ഞങ്ങള് പാമ്പിന് കയ്യിലെടുത്തത് എന്റെ ക്യാമറയുടെ മുന്നിൽ തന്നെ ഉണ്ട്. പാവമാണ്, കടിക്കൊന്നുമില്ല കേട്ടോ. ചേച്ചി ഇതിന്റെ പേരെന്നാ? അല്ല കളിപ്പേരില്ലേ? പോൾപ്പൈ. നിങ്ങള് വിളിക്കണ പേര് ഇതില്ല? ബോപ്പൈ. എന്തിനാണ് ബോപ്പൈ? റെഡ് ബോവ എന്നാണ് എന്റെ പേര്. കഴുത്തിലിട്ടു. പാവണ്ട് ഇത്. എല്ലാം പാവങ്ങളാ, ഒന്നും ചെയ്യൊന്നുമില്ല, നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല. കൈ പിടിക്കണ അങ്ങനെ ശുക്കൂറിന്റെ പുറത്തും മേത്തും ദേഹത്തും മൊത്തം കിടുക്ക സാധനം. നല്ല ക്യാമറ ഫ്രെയിം ഉണ്ട് കേട്ടോ. ക്യാമറയിലേക്ക് നോക്കിയിട്ട് എല്ലാം ചെയ്യുന്നത്. അടിപൊളി. നമ്മള് അടുത്ത പരിപാടി ഇഗ്വാനേനെ എടുക്കാനാട്ടോ. ഇഗു എന്നാണ് കളിപ്പേര്. ഇഗ്വാന. ഇത് എത്ര വർഷമായി? ഇഗ്വാനെയാണ്. ഇഗ്വാനെ എടുക്കാനാണ് അടുത്ത നിങ്ങൾ കാണാൻ പോണേ.
അബിക്ക് പേടിയാവുണ്ടെന്ന് തോന്നുന്നു. അബി പേടിയാവല്ലോ? പേടിയല്ലോ, പക്ഷെ കുഴപ്പമില്ലട്ടോ, നല്ല കേട്ടോ. ഇഗ്വാനെ കളിപ്പിച്ചോണ്ടിരിക്കട്ടെ. ചെറിയൊരു ഡ്രാഗൺ കുഞ്ഞല്ലേ, സംഭവം അടിപൊളിയാണ്. ഒരു ചെറിയ ഡ്രാഗൺ കുഞ്ഞാ, എന്തോ സാധനം തൂങ്ങി കിടക്കണം ഇതിന്റെ. ചേച്ചി ഇതിന് എത്ര വയസ്സായിട്ടുണ്ടാവും? ഇതിന് എത്ര വയസ്സായിട്ടുണ്ടാവും? 2.5 വയസ്സ്. ആ പാമ്പിനും കുഞ്ഞണ്ണാനൊക്കെയാ? കുഞ്ഞണ്ണാന് ഇവന് പേരൊന്നും അറിയാൻ പാടില്ലട്ടാ ഒന്നിന്റെ. കുഞ്ഞണ്ണ പേരൊക്കെ നമ്മൾ എന്തിനാ അറിയണ? പേരിന്റെ ഒന്നും ആവശ്യമില്ല. കൊള്ളാട്ടോ, അടിപൊളിയാട്ടോ സംഭവം. കടിക്കും 3 ഞങ്ങൾ എടുത്തത്, 3 അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ഇവൻ ഉള്ളതിൽ ഏറ്റവും പാവം. ഇതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. എങ്ങനെയുണ്ടായി എടുത്തിട്ട്? അടിപൊളിയല്ലേ? ശുക്കൂറ മറ്റേ പാമ്പിനെ എടുത്തിട്ട് എങ്ങനെയുണ്ടാടാ? അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മളെല്ലാത്തിനെയും അതിൻ്റെതായ കൂട്ടിലേക്ക് അടച്ചു. ഇഗ്വാനിനെയും കൂട്ടിലടച്ച് ചേച്ചിമാരോടും ബൈ പറഞ്ഞ് പോട്ടോ. ചേച്ചി ഒരു താറ്റാന്ന്. അപ്പൊ ബൈ ബൈ ബൈ. ആ അവിടെ ചെയ്തേക്കാട്ടാ. അപ്പൊ നമ്മള് ബേഡ്സ് പാർക്കിൽ വന്നിട്ട് തത്തേനെയും പാമ്പിനെയും മറ്റേ കുഞ്ഞണ്ണാനെയും ഇഗ്വാനേനെയും കുഞ്ഞിമങ്കി പേരൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, പക്ഷെ അങ്ങനെയാണ് രൂപസാദൃശ്യം വെച്ചിട്ടാണ് പറയണേ. പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും വലിയ ഉപദ്രവകാരികളൊന്നും അല്ല, പക്ഷെ ഫോട്ടോ എടുക്കാനും നല്ല വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണത്. പിന്നെ ഫാമിലിക്കും പിള്ളേർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു അടിപൊളിയായിരിക്കും. പിള്ളേർക്ക് ഭയങ്കര അതിശയമായിട്ട്, എന്താ പറയാ, പിള്ളേർക്കൊക്കെയാണല്ലോ ഈ തത്തേനെയും പാമ്പിനെയും അതിനൊക്കെ ഇഷ്ടമുള്ളത്. അപ്പൊ അത് അവരൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയൊരു മെയിൻ സ്പോട്ടാട്ടോ. അപ്പം എങ്ങനെയുണ്ടായ ശുക്ര, നിന്റെ അഭിപ്രായത്തില് അടിപൊളിയല്ലേ? മസ്റ്റ് വിസിറ്റ് സാധനമല്ലേ? അതെ, എല്ലാ തത്തകളും കമ്മിറ്റഡ് ആണ് ഇവിടെ. ആ ഒരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. അതെ, ആ ഒരു വിഷമമുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും അടിപൊളിയാണ്, അടിപൊളി സ്പോട്ടാണ് അബി അല്ലെ? അബി ഇഗ്വാനെ എടുത്ത് തന്നെ അടിപൊളിയായിരുന്നില്ലേ? തത്ത പുറത്തുനിന്നിരുന്നപ്പോഴേക്കാ നല്ലൊരു, അതെ, നല്ലൊരു എക്സ്ട്രാ ഫീലിങ്സ് ആട്ടോ നമുക്കത്. തത്ത വന്ന് പുറത്തിരിക്കുമ്പോഴും അതിന് തീറ്റ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും വന്ന് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇത്. വരുന്നത് നമ്മുടെ എടപ്പള്ളിയിലാണ്. എടപ്പള്ളി കണ്ടെയ്നർ റൂട്ടില്, കണ്ടെയ്നർ റോഡ് വഴി വരുമ്പം റൈറ്റ് സൈഡിലായിട്ട് വന്നത്. ഇതിന്റെ പേര് എന്ന് പറയുന്നത് PQ എക്സോട്ടിക് ബേഡ്സ് പാർക്ക് എന്നാണ്. അപ്പം ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്ത ലൊക്കേഷൻ കിട്ടും. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പൊ ശരി ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ബൈ.